ഡെഡിക്കേറ്റ് ലേറ്റ് നൈറ്റ് സ്ക്രീംസ് വീക്ക് 20 ഡേ 1 നമുക്ക് ലൈവ് പോകാൻ പറ്റിയില്ല. നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേരള വിഷൻ. എന്തായാലും ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈവിൾ ക്രൂഡ്സ് ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ടീം ഇവിടെ തീർന്നിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ടീംസ് നമ്മുടെ BKൻ്റെ സ്ക്വാഡിനെ തീർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ആ ഒരു 4 കില്ല് കിട്ടിയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടീമാണ് അടിച്ചിട്ടുള്ളത്? നമ്മുടെ സ്ലോട്ട് നമ്പർ MG3 ആയിരുന്നു ഫസ്റ്റ് ഒരു സ്ക്വാഡ് വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. BKനിൽ എല്ലാവരും തീർത്ത് വിട്ടിട്ട് നമ്മുടെ റെഡ്നെക്സിൻ്റെ BU4X ഡാൻസ് കളിക്കുന്നതിൻ്റെ BA ഗോഗു അവിടെ ഒരു നോക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഗെയിൻ്റെ പിള്ളേരുമായിട്ടാണ് ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. BA ഗോഗു ആണ് അവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഗെയിൻ്റെ സുശീലിനെയാണ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഹോറസ് ബ്ലാക്ക് ജീസസ് ആൻഡ് ഗെയിൻ്റെ ബോസ് ആണ് അവിടെ ഉള്ള BA റോമിയോ ഇവിടുന്ന് ഒരു നെയ്ഡ് ബുക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് നേടിയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ബ്ലാക്ക് ജീസസ് എന്തായാലും റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ആ റിവൈവ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം സൈഡിലൊന്നും കാണുന്നില്ല. ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് ബാക്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന റീപ്പേഴ്സ് വേഴ്സസ് PNX ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നോക്കാം. ഈവിൾ ക്രൂഡ്സ് റീപ്പേഴ്സ് അല്ല, ഈവിൾ ക്രൂഡ്സിൻ്റെ മച്ചന്മാരാണ്. ജോർജ് അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ട് ടീം നമ്മുടെ ഈവിളുടെ അസ്ലൻ വൈറ്റ് ഓൾറെഡി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർക്ക് അങ്ങ് എത്തിയിട്ടുണ്ട്. PNXൻ്റെ സ്ക്വാഡാണ് ഉള്ളവരുടെ ഫ്ലെയർ അടിച്ചിട്ടുണ്ടായിരുന്നു. PNX റാപ്റ്റർ ഫ്ലെയറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈവിൾ ക്രൂഡ്സിൻ്റെ എംപയറിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു നോക്ക് വീഴോ. ഫ്ലെയറിൽ നിന്ന് എന്താ എടുത്ത് നോക്കാം. എംപയറിൻ്റെ കയ്യിൽ ഓഗാണ് ഇരിക്കുന്നത്. മച്ചാൻ ഇവിടെ നിന്ന് കയറുന്നുണ്ട്. നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ PNXൻ്റെ റാപ്റ്റർ ആയിരുന്നു അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാൻ ഒരു കില്ല് കൺഫേം ചെയ്ത് വിടുവോ? ഇല്ല, നോക്ക് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ബാക്ക് വലിഞ്ഞുണ്ട് ഈവിൾ ക്രൂഡ്സ്. നമ്മുടെ ലാസ്റ്റ് വീക്കിലും ഉണ്ടായിരുന്ന ഒരു ടീമാണ്. PNX അപ്പൻസിൻ്റെ സ്ക്വാഡിനെ റീപ്ലേസ് ചെയ്ത് PNX ആണ് ഇത്തവണ ഇറങ്ങുന്നത്. PNX റാപ്റ്ററിൻ്റെ സ്ക്വാഡാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഈവിൾ ക്രൂഡ്സ് വേഴ്സസ് റാപ്റ്ററുടെ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ BAൻ്റെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ട്. പോച്ചിങ്കിയിൽ 3 ടീമാണ് ഇറങ്ങിയത്. മിത്ത്, റീപ്പേഴ്സ് ആൻഡ് സ്ക്വാഡ് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് റീപ്പേഴ്സിനെ നോക്കിയിട്ട് റീപ്പേഴ്സിൻ്റെ ലയൺ കളിക്കുന്നുണ്ട്, തീപ്പൊരി കളിക്കുന്നുണ്ട്, റോഗ് വൈറ്റ് ആൻഡ് ലൈറ്റ് ആണ് കളിക്കുന്നത്. സോ ഇവിടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ XBൻ്റെ സ്ക്വാഡ് GRSനെ അടിച്ച് നോക്കാക്കുന്നുണ്ടായിരുന്നു. GRS വേഴ്സസ് XB. GRSൻ്റെ എൻകൗണ്ടറിൻ്റെ കില്ല് ഓൾറെഡി കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ട്. ആൻഡ് സോയിലാണ് ബാക്കിയുള്ള ഐയുടെ അടുത്തേക്ക് നേരെ ആൾ റഷ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏത് ടീമാണ്? XBൻ്റെ സ്ക്വാഡാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. XBൻ്റെ ആരൊക്കെയാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നോക്കി പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ടോപ്പി കളിക്കുന്നുണ്ട്, ഫോൾട്ടി റാപ്പ് കളിക്കുന്നുണ്ട്, സൈക്കോ കളിക്കുന്നുണ്ട്, ഐറിക്ക് കളിക്കുന്നുണ്ട്. മച്ചന്മാർ ഇവിടെ സ്കൂൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഇറങ്ങുന്നത്. GRSൻ്റെ സോയിൽ ഇവിടെ നേടിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ഡാമേജ് കൊടുക്കാൻ പറ്റുന്നില്ല. ഐ ബാക്കിൽ ഇറങ്ങി വരുന്നുണ്ട്. ഐറിക്കാണ് ഇവിടെയുള്ള സോയിൽ. ഐ അവിടെ കാർ ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ട് നിർത്താൻ പോണേ. ഗ്രൂട്ടിൻ്റെ മുമ്പിലേക്കാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഗ്രൂട്ടിന് നൈസായിട്ട് ടാഗ് ഇട്ടുന്ന ഫോൾട്ടി റാപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ടാഗ് വരുന്നുണ്ട്. GRSൻ്റെ ഐ അവിടെ നിന്ന് കറക്റ്റ് ടൈമിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. കൺഫേം ചെയ്തിട്ട് XBൻ്റെ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ സൈക്കോ ആണ്. സൈക്കോ ആൻഡ് ഐറിക്ക് ബാക്കിയുണ്ട്. ഐറിക്ക് ഓൾറെഡി ഇവിടെ അഡ്വാൻസ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സൈക്കോ ബാക്കിൽ നിന്ന് വരുന്നേ ഉള്ളൂ. സൈക്കോ കവറിന് ഇങ്ങോട്ട് കയറുന്നുള്ളൂ. GRSൻ്റെ മച്ചാൻ ഡ്രീമർ അവിടെ നോക്കാണ്. അവിടെയും 2 പേരാണ് ഉള്ളത്. GRS ഡ്രീമറിൻ്റെ കില്ല് എന്തായാലും കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. നേരെ കയറി അടിച്ചേർക്കാനുള്ള ഒരു പ്ലാനാന്ന് തോന്നുന്നു. GRSൻ്റെ 2 പേരാണ്. സോയിൽ ആൻഡ് ഐ ആണ് ബാക്കിയുള്ള മച്ചന്മാർ അവിടെ അപ്പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. XBൻ്റെ 2 പേര് ഐറിക്ക് ആൻഡ് സൈക്കോ 2 പേരുണ്ട്. സൈക്കോ ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GRSൻ്റെ പിള്ളേർ അവിടെ TPP എടുത്തിരിക്കുന്നുണ്ട്. മച്ചന്മാർ ഇവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. ഏത് ടീമാണ് കയറി അടിക്കുക? GRS നേരെ മേലേക്കാണ് അഡ്വാൻസ് ചെയ്ത് കയറി അടിക്കാനുള്ള ഒരു പ്ലാൻ എല്ലാം തോന്നുന്നു. അറിയില്ല. ഈ ഒരു IQ ഗെയിം പ്ലേ കളിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. SLK ആണ് ഇവിടുന്ന് നേരെ ടോമി ഗണ്ണായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. തോംസൺ വെച്ചിട്ട് ഇവിടുന്ന് കയറാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. ഇവിടെ റിവൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോക്ക് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മച്ചന്മാർ റിവൈവ് നേരെ കംപ്ലീറ്റ് ആകുന്നു. XBൻ്റെ സൈക്കോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. GRSൻ്റെ ഐ കണ്ടിട്ടുണ്ടായിരുന്നു. സൈക്കോ ഓർ GRS ഐ 2 പേര് നമ്മുടെ ഐറിക്ക് ഇവിടുന്ന് താഴേക്ക് ചാടുന്നു. ഐ വേഴ്സസ് ഐറിക്ക് ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുത്തുമണി ഐ സോയിൽ താഴേക്ക് ചാടി അവർ നോക്കെടുക്കുന്നുണ്ട്. ഫോൾട്ടി റാപ്പിന് SLKക്ക് നോക്കാവുന്ന ലാസ്റ്റ് മാച്ചാണ് XB വേഴ്സസ് GRS. ആരാണ് ഈ ഒരു ഫൈറ്റ്? GRSൻ്റെ ഐ വേഴ്സസ് XBൻ്റെ സൈക്കോ ആണ്. നേരെ അടിച്ച് കൺഫേം ചെയ്യുന്നു. GRSൻ്റെ ഐ ആയിരുന്നു. SLK വെച്ചിട്ട് ആ ഒരു കില്ല് കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും GRSന് 2 പേരെ മിസ്സായി. ടോട്ടൽ 4 ടീം കില്ലുമായിട്ട് ഇവർ ഇവിടെ ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഏതൊക്കെ ടീമാണ് ഇനി ബാക്കിയുള്ള. 20 ടീം ബാക്കിയുണ്ട്. PNX റാപ്റ്റർ അവിടെ ഒരു അടി എടുക്കുന്നത്. ജോർജ് പോളിലാണ് ഫൈറ്റ് അടങ്ങിയത്. PNX റാപ്റ്ററിനെ നോക്കിയിട്ട് PNXൻ്റെ സ്ക്വാഡ് നമ്മുടെ അപ്പൻസിൻ്റെ സ്ക്വാഡിനെ റീപ്ലേസ് ചെയ്ത് ഇത്തവണ കളിക്കുന്നത്. PNX റാപ്റ്ററിൻ്റെ സ്ക്വാഡാണ്. ടീം ഈവിൾ ക്രൂഡ്സാണ് ഫൈറ്റ് എടുക്കുന്നത്. തൊട്ടപ്പുറം ഗെയിൻ്റെ പിള്ളേരും ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ജോർജ് പോൾ അപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മുടെ ഗെയിൻ വേഴ്സസ് BA ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു നോക്ക് വീഴുന്നുണ്ട്. BAയുടെ ഒരു നോക്ക് ഉണ്ടായിരുന്നു. കില്ല് കൺഫേം ചെയ്ത് വിട്ടില്ല. റോമിയോ ഇവിടെ നോക്കാണ്. കില്ല് കൺഫേം ചെയ്ത് വിടാൻ ചാൻസ് ഇല്ല. സിബിൻ അവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ ഓടി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ റോമിയോ മുത്തുമണി ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അവിടെ സക്സസ്ഫുൾ ആയിട്ട് റിവൈവ് ചെയ്യും. ഗെയിൻ്റെ പിള്ളേർ കയറി അടിക്കാൻ ചാൻസ് ഇല്ല. സോണിനാണ് നിൽക്കുന്നത്. ഈവിൾ ക്രൂഡ്സ് PNXന് മച്ചന്മാർ തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ
ബി അല്ല, എവിടെ അപ്പൻസോടെ ഈവൽ ക്രൂഡ്സ് അവിടെ രണ്ടാമത്തെ ഒരു നോക്ക് എടുക്കുന്നുണ്ട്. പി എൻ എക്സിൻ്റെ സ്റ്റോർ വൈറ്റിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തുകൊണ്ട് ഇനി ആരാണ് ബാക്കിയുള്ളത്? പി എൻ എക്സിൻ്റെ സ്ക്വാഡിൽ റാപ്റ്ററിനെ കാണാനുണ്ട്, അതുപോലെ തന്നെ റാംബോ നിൽക്കുന്നുണ്ട്. രണ്ട് പേരുടെ അടുത്തേക്ക് നമ്മുടെ ഈവൽ ക്രൂഡ്സിൻ്റെ ഫുൾ സ്ക്വാഡ് റഷ് ചെയ്ത് കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. റാപ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അസ്ലൻ വൈറ്റ് കയറുന്നു, നൈസായിട്ട് പ്രീ ഫയർ ചെയ്ത് കയറുന്നുണ്ട്. റാംബോയുടെ ബാക്കപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ബി എയുടെ മറ്റൊരു അടിച്ചു റാപ്റ്ററോടെ വീണിട്ടുണ്ട്. റാംബോ മാത്രമേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. ഒരു 1v4 സിറ്റുവേഷൻ ആണ് പി എൻ എക്സ് റാംബോ കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും റാപ്റ്ററിൻ്റെ കില്ല് അവരവരുടെ കൺഫേം ചെയ്യുന്നില്ല. അസ്ലൻ വൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്പണിലേക്ക് ആയിരുന്നു റാംബോയുടെ കില്ല് നമ്മുടെ അസ്ലൻ വൈറ്റ് കൺഫേം ചെയ്ത് നമ്മൾ ആ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് ഈവിൾ ക്രൂഡ്സ് 4 കില്ല് എടുത്തിട്ടുണ്ട്. പി എൻ എക്സിൻ്റെ സ്ക്വാഡായിരുന്നു. ജോർജോപ്പള്ളി തീർന്നിട്ടുണ്ടായിരുന്നു. ബി എ വേഴ്സസ് ഗെയിൻ്റെ ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ടു ഗെറ്റ് ഡെഡ് ഷോട്ട് 4 ആയിട്ടൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. നല്ല രണ്ട് ടീംസാണ് നമ്മുടെ പോയിന്റ് ടേബിൾ കഴിഞ്ഞ സെക്കൻഡ് ടീം. ആട്ടുകെ വേഴ്സസ് 4 ആണ്. 4 വൈപ്പറിനെ അടിച്ച് നോക്കാകുന്നുണ്ട്. അവർ നമ്മുടെ ആട്ടുകേൻ്റെ ബീസ്റ്റ് ആയിരുന്നു. 2 നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ ആ ഒരു കില്ല് കൺഫേം ചെയ്ത് വിടാണ്. 2 പേരാണ് ഇവിടെയുള്ളൂ. 4 ബാക്കിയുള്ള പിള്ളേർ എവിടെയാണെന്ന് അറിയില്ല. കോസി ആൻഡ് ക്രൂസ് ലോങ്ങിലാണ് നിൽക്കുന്നത്. അവർ വരുന്നുണ്ട്. വൈപ്പർ ആൻഡ് സ്പൈക്കിനെ കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ പവീനെ കാണാനില്ല. എന്തായാലും ഇന്നത്തെ ഫൈറ്റ് നല്ലപോലെ നടക്കട്ടെ. ഫസ്റ്റ് മാച്ചാണ് വീക്ക് 20യുടെ പൊസിഷൻ പിടിക്കേണ്ട ഒരു മാച്ചാണ്. നമ്മുടെ 4 PM ഇൻവൈറ്റഡ് പ്ലാൻ ആണ്. 4 PM തമിഴ്നാട്ടിൽ നിന്നുള്ള മുത്തുമണീസാണ് കളിക്കുന്നത്. മാർഷ്യൻ, സൈറോ, തഗോപ്പി ആൻഡ് ടോം റിഡിലാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏരീസ് RNB കളിക്കുന്നുണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് ഓൾറെഡി ബി കെ നമ്മുടെ തീർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഗെയിൻ്റെ ഫുൾ സ്ക്വാഡോടെ ബാക്കിയുണ്ട്. ബി എ ആയിട്ടാണ് ഇവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഒരടി വരാൻ ചാൻസ് ഉണ്ടോ നോക്കുവാണെങ്കിൽ മിത്തിൻ്റെ അടുത്ത് നമ്മുടെ പോച്ചിങ്കിയിലാണ് ഒരു ഫൈറ്റ് എടുക്കുന്നത്. മിത്തിൻ്റെ ആരൊക്കെയാണ് കളിക്കുന്നത്? കർണം കളിക്കുന്നത്, ക്രോണോസ് കളിക്കുന്നത്, ലേസി ആൻഡ് അസാസിൻസ് ആണ് കളിക്കുന്നത്. പോച്ചിങ്കിയിൽ വേറെ ഇറങ്ങുന്ന ടീം ഏതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലോട്ട് നമ്പർ 17 കളിക്കുന്ന മുത്തുമണീസ്, അതുപോലെ തന്നെ 6 റീപ്പേഴ്സ് കളിക്കുന്നുണ്ട്. ലേൺ, തീപ്പൊരി, റോഗ് വൈറ്റ് ആൻഡ് ലൈറ്റ് ആണ് കളിക്കുന്നത്. അവിടെ സ്ലോട്ട് നമ്പർ 17 ആരാണ്? 4BIDയുടെ മച്ചന്മാരാണ്. വോട്ടക്സിൻ്റെ കില്ല് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. ഡുവോ ആണ് കളിക്കുന്നത്. റീപ്പേഴ്സ് തൊട്ടിപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു. റോഗോയിട്ട് അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. റോഗോയിറ്റിൻ്റെ അടുത്ത് കുറച്ച് മിത്തിൻ്റെ പിള്ളേരെ കാണാനുണ്ട്. ഓക്കെ, റീപ്പേഴ്സിൻ്റെ ലൈറ്റ് ഇവിടെ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത് മിത്തിൻ്റെ സ്ക്വാഡ് വന്നിട്ട് ആർട്ടിക്കിൻ്റെ മച്ചാൻ ആർട്ടുക്കി ഹാരിനെ അടിച്ച് നോക്കാക്കുന്നുണ്ടായിരുന്നു. ആർട്ടുക്കി ഹാരി ആർട്ടുക്കി അവിടെ ഒരു ഫൈറ്റ് വന്നിട്ട് അതിനൊക്കെ റീപ്പേഴ്സിൻ്റെ ലൈറ്റ് നമ്മുടെ മിത്ത് കർണനെ അടിച്ച് നോക്കാറുണ്ട്. മിത്തിൻ്റെ അസാസിനാണ് ബാക്കിയുള്ള നേരെ കയറി അടിക്കുകയാണെന്ന് നോക്കാം. ലൈറ്റ് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ റിവൈവ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നും. റിവൈവ് ചെയ്യണോ കയറി അടിക്കണമെന്നൊക്കെ റിവൈവ് ചെയ്യാനാണ്. റീപ്പേഴ്സിൻ്റെ റോഗ് വൈറ്റ് ഓൾറെഡി ഇവിടെ നോക്കാണ്. ബാക്കിൽ നിന്ന് ഒരു ഡാഗ് വന്നിട്ടുണ്ടായിരുന്നു. ബിയുടെ ഗോഗു നമ്മുടെ ഗെയിൻ്റെ ഹോറസിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് നേരെ ബാക്കി ഇറങ്ങിയിട്ട് റോഗ് വൈറ്റിന് റിവൈവ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. 2 സൈഡിൽ റിവൈവ്. ആർട്ടിക്കിൻ്റെ ജോക്കു, ആർട്ടിക്കിൻ്റെ മച്ചന്മാരോട് ഒരു നോക്ക് എടുക്കുന്നത്. നമുക്ക് ആർട്ടിക്കിൻ്റെ സ്ക്വാഡിനെ നോക്കിയിടാം. ആർട്ടിക്കിൻ്റെ ആരാണ്? നമ്മുടെ ജോക്കു ആയിരുന്നു അടിച്ചിട്ടുണ്ട്. ജോക്കു OP ആയിരുന്നു അവിടെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നേരെ കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരെ ആർട്ടുക്കെ ഡെഡ് അടിച്ച് കൺഫേം ചെയ്യുന്നു. ആ ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആർട്ടിക്കിൻ്റെ സ്ക്വാഡിൽ നമ്മുടെ ജോക്കുവിന് 2 കില്ല്, ഐസിന് 1 കില്ല്, അതുപോലെ തന്നെ ജസ്ബോയ്ക്ക് 1 കില്ലാണ്. നമ്മുടെ ഇൻവൈറ്റഡ് ടീമാണ്. പൊളിക്കളി കളിച്ച് പിള്ളേർ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫോർവേഡ് ടീം തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ആർട്ടുക്കെ ഫോർവേഡ് 2 പേര് തീർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ആർട്ടുക്ക് കയറി ആർട്ടുക്കിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ റിവെഞ്ച് എടുക്കാൻ വന്ന 4 ഇപ്പോൾ ഇനി റിവെഞ്ച് എടുക്കണമെങ്കിൽ ആർട്ടുക്കയായിട്ട് റിവെഞ്ച് എടുക്കണം. റീപ്പേഴ്സിൻ്റെ റോഗ് വൈറ്റിനെ അവിടെ അടിച്ച് നോക്കാറുണ്ട്. പോച്ചിങ്കിൽ ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഫൈറ്റ് നോക്കുന്നതിന് മുമ്പ് റീപ്പേഴ്സ് തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഫോർവേഡ് മച്ചന്മാർ തിരിച്ചടിക്കുമെന്ന് നോക്കാം. റീപ്പേഴ്സിൻ്റെ തീപ്പൊരി റോഗ് വൈറ്റ് ആയിരുന്നു വീണിട്ടുണ്ടായിരുന്നു. ലയണോ ഇവിടെ നോക്കാണ്. മിത്തിൻ്റെ പിള്ളേരാണ് കയറി അടിച്ചേക്കുന്നത്. റിവൈവ് ചെയ്യാൻ പോസിബിൾ അല്ല. ഒരുപാട് ലോങ്ങിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആർട്ടിക്കിൻ്റെ സ്ക്വാഡല്ല. സ്ലോട്ട് നമ്പർ 17 അവിടെ നിൽക്കുന്നത്. മിത്തിൻ്റെ 2 പേര് നോക്കായിരുന്നു. ഇവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ലയൺ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. തീപ്പൊരിയാൻ ലയൺ അവിടെ തന്നെ നിൽക്കുന്നത്. ഗെയിൻ്റെ ബ്ലാക്ക് ജീസസ് BA ഗോഗുവിനെ അടിച്ച് നോക്കാകുന്നുണ്ടായിരുന്നു. റീപ്പേഴ്സിൻ്റെ ലൈറ്റ് ഇവിടെ നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റീപ്പേഴ്സിന് തീപ്പൊരിക്ക് ബാക്കിൽ നിന്നൊരു ടാഗ് ഇട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് MG3 എടുത്ത് നോക്കുന്നതിന് BA ഗോഗുവിൻ്റെ കില്ല് കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സിബിനാണ് ഇവിടെ നിൽക്കുന്നത്. സിബിൻ്റെ വ്യൂ നോക്കാം. ഗെയിമിൻ്റെ പിള്ളേരെ റോമിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. മച്ചാൻ നേരെ കയറി അടിക്കുമ്പോൾ ഗെയിമിൻ്റെ 2 പേരാണ് ഇറങ്ങിയത്. റോമിയോ വീഴുന്നതിന് ഡ്യൂക്കർ ആൻഡ് സിബിനാണ് ബാക്കിയുള്ള. ഡ്യൂക്കർ ഓൾറെഡി ഓടി എത്തുന്നുണ്ട്. സിബിൻ ലോങ്ങിലാണ് നിൽക്കുന്നത്. ഡ്യൂക്കറാണ് ആ ഒരു ബിൽഡിങ്ങിലുള്ള. ഡ്യൂക്കറും വീണിട്ടുണ്ട്. സിബിൻ മാത്രമേ ബാക്കിയുള്ളൂ. 0 കിൽസ് ആണ്. സോ സിബിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ ഹോറസ് സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ഗെയിൻ്റെ ഫുൾ സ്ക്വാഡ് ബാക്കിയുണ്ട്. അവർ നോക്കായെന്നുണ്ടെങ്കിലും ആ ഒരു റിവൈവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ സുശീലും സിബിനാണ് ഇവിടെ നിൽക്കുന്നത്. സോ നമ്മുടെ വീക്ക് 20 Day 1 ഇതുവരെ എത്ര ടീം തീർന്നിട്ടുണ്ട്? ഒരു നെയ്ഡ് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 1 2 3 4 ടീംസ് ഓൾറെഡി തീർന്നിട്ടുണ്ട്. ഒരു നെയ്ഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് നോക്കുന്നതിന് നമുക്ക് ഫോർവേഡ് നോക്കിയിട്ട് ഫോർവേഡ് മച്ചന്മാർ ആ ഒരു ഫൈറ്റ് അവോയ്ഡ് ചെയ്ത് ആട്ടുക്കുമായിട്ട് ഒരു ഫൈറ്റ് അവോയ്ഡ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. നൈസായിട്ട് ബാക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് നമ്മുടെ GRSൻ്റെ സ്ക്വാഡ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 പേരാണ് ഇവിടെ ബാക്കിയുള്ളത്. സ്റ്റിൽ ഇവരുടെ അടുത്ത് ഫൈറ്റ് XPൻ്റെ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. 4 ടീം കില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്പേഴ്സ് വേഴ്സസ് മിത്ത് തന്നെയാണ്.
ഫൈറ്റുള്ള അവിടെ തന്നെ നോക്കിയിട്ട് വരേണ്ടി വരും. റീപ്പേഴ്സിൻ്റെ ലയൺ ആൻഡ് തീപ്പരി ഉള്ളൂ. ലൈറ്റ് ആൻഡ് റോഗ് വെയിറ്റിയുടെ കില്ല് ഓൾറെഡി കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സോ ലയൺ ആൻഡ് തീപ്പരി 2 പേരാണ് വെയിറ്റിൽ. മിത്തിൻ്റെ കാരണം ഓപ്പണിംഗ് കിട്ടുന്നു. ഉസി വെച്ചിട്ട് ടാഗോട് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. അസാസിൻ ആൻഡ് ക്രോണോസ് 3 പേര് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 17 പിള്ളേർ ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 4x4B IDയുടെ സ്ക്വാഡ് നമ്മുടെ ഇൻവൈറ്റഡ് ടീംസ് ആണ്. അവരുടെ ഒരു ടീമും ഒരാളെ കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. 3 പേര് വെയിറ്റിംഗിൽ, 2 പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഗെയിൻ്റെ ബ്ലാക്ക് ജീസസ് BA മച്ചാനെ അടിച്ച് കൺഫേം ചെയ്യുന്നു. BAയുടെ സ്ക്വാഡിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സിബിൻ്റെ കില്ലോടെ കിട്ടുമ്പോൾ ഗെയിൻ ആയിരുന്നു ടോട്ടൽ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ MG3യുടെ സ്ക്വാഡ് ഡുവോ ആണ് ബാക്കിയുള്ള. ബിസാരോൻ്റെ കില്ല് കൺഫേം ആയിട്ടുണ്ട്. പുതിയൊരു സോൺ സെറ്റ് ആയിട്ടുണ്ടെന്ന് സോൺ വന്നിട്ടുണ്ടായിരുന്നു. തൈജീസ് മിത്ത് അസാസിനെ അടിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ റീപ്പേഴ്സിൻ്റെ അടുത്താണ് ഫൈറ്റ് വന്നത്. പോച്ചിങ്കിലാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. റീപ്പേഴ്സിൻ്റെ മുത്തുമണി ടൈസ് നമ്മുടെ 4B IDയുടെ സ്ക്വാഡ് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്ത് വന്ന മിത്തിലൊരു മച്ചാനെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ കില്ല് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. കില്ല് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. റിവൈവ് അവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അസാസിനായിരുന്നു നോക്കായിട്ടുണ്ടായിരുന്നത്. 3 ടീമും ബാക്കിയുണ്ട്. ആർട്ടിക് വേഴ്സസ് 4B അവിടെ ഒരു ഫൈറ്റ് തുടങ്ങി. നമ്മുടെ 4Bയുടെ ഡുവോ ആണ് ബാക്കിയുള്ള 2 പേര് ആർട്ടിക് തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്വാഡിനെ ഫുള്ള് നമ്മുടെ ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് തീർത്തിട്ടുണ്ടായിരുന്നു. സോ അവരിൽ ആർട്ടിക്കിൻ്റെ ഐസിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. 4Bയുടെ മേലിൽ നിൽക്കുന്നുണ്ട്. ഹിറ്റാച്ചിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. നേരെ കയറി അടിച്ച് നോക്കുക. റീപ്പേഴ്സിന് ലേണെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. തീപ്പൊരി മാത്രമേ ബാക്കിയുള്ളൂ. ആർട്ടിക്കിന് 2 ടീമും ഓക്കെ സ്ക്വാഡ് 2 സൈഡിൽ നിന്നാണ് പുഷ് ചെയ്യുന്നത്. സോ 4Yക്ക് ഡിവൈഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4Yനെ 2 സൈഡിൽ നിന്ന് സർക്കിൾ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. 4Yയുടെ ക്രൂസിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് കോസി മാത്രമാണ് ഇത് ബാക്കിയുള്ളൂ. കോസി ഒരു 1v4 ആണ്. 1 HP ആയിട്ടുണ്ട്. സോ ഒരു ബുള്ളറ്റ് പാസ് ചെയ്ത് പോയാൽ തീരും. താഴെയുള്ള ഒരു കില്ല് കൺഫേം ചെയ്ത് ആർട്ടിക്കിൻ്റെ മുത്തുമണി ആർട്ടിക്കിൻ്റെ മച്ചാൻ കയറി അടിക്കുന്നു. ഹിറ്റാച്ചി ആയിരുന്നു ഒരു കില്ല് കൺഫേം ആയിട്ട്. 4Yയുടെ സ്ക്വാഡ് വൈപ്പ് ആവുന്നുണ്ട്. ടോട്ടൽ 6 ടീം കില്ലായിട്ട് ആർട്ടിക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ആർട്ടുക്കേൻ്റെ ഫുൾ സ്ക്വാഡ് വൈപ്പ്. അതുപോലെ തന്നെ 4Yയുടെ 2 കിൽസ് ആണ്. സോ സോണിനാണോ നോക്കുകയാണെങ്കിൽ ഇവർ ജസ്റ്റ് സോൺ ഔട്ടാണ്. പക്ഷേ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. നമ്മുടെ ഗെയിൻ്റെ സ്ക്വാഡ് അവിടെ നിന്ന് സോണിലേക്ക് കയറി വരുന്നുണ്ട്. നെക്സ്റ്റിൻ്റെ സ്ക്വാഡ് സോണിലേക്ക് കയറി വരുന്നുണ്ട്. കയറി കളിക്കണം ഏരീസിൻ്റെ സ്ക്വാഡാണ് അവിടെ ഒരു ഫൈറ്റ് ഇരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 21 കളിക്കുന്നത് നമ്മുടെ ഏരീസ്. R2XYT പെട്രിക് OP മിതു ഏരീസ് ഹെയ്റ്റ്സ് ആൻഡ് ട്രെക്സ് ആണ് കളിക്കുന്നത്. മിത്തിൻ്റെ മുത്തുമണി സ്ലീപ്പേഴ്സ് ലയണിനെ അടിച്ച് നോക്കാക്കുന്നുണ്ടാണ്. ലയണിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തീപ്പൊരീനെ അടിച്ച് കൺഫേം ചെയ്യുമ്പോൾ പോച്ചിങ്കിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടെന്ന്. മിത്തിൻ്റെ സ്ക്വാഡ് അവിടെ കയറി റീപ്പേഴ്സിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ത്യാസി അവിടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. 4B IDൻ്റെ മച്ചാൻ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. ആക്കോ ടീമിനെ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. മിത്തിൻ്റെ ക്രോണോസിനെ കണ്ടിട്ടുണ്ട്. ഒരു ടാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉസിയാണ് സ്ക്വാഡ് ഹൗസിൽ. അതുപോലെ തന്നെ നമ്മുടെ ഏരീസിൻ്റെ സ്ക്വാഡ് വന്നിട്ടുണ്ട്. ഇവർ ഇവിടെ നിന്ന് നല്ലൊരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ മിത്ത് സ്നോക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. മച്ചാൻ അവിടെ സോളോ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഉസിയും 3x ഉസിയിൽ 3x അല്ല M4 3x വെച്ചിട്ട് RB പിക്കാസ് തഗ്ഗോപ്പിനെ അടിച്ച് നോക്കാക്കുന്നുണ്ടായിരുന്നു. RNBയുടെ മച്ചന്മാരാണ് ഫൈറ്റ് എടുത്തത്. സ്ലോട്ട് നമ്പർ 19 കളിക്കുന്ന RNBയുടെ പിക്കാസ് ഓണർ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് വരുന്ന വഴിക്ക് നോക്കെടുത്താണോ വണ്ടി എടുത്ത് കയറുന്ന വഴിക്ക് നോക്കാക്കിയതാണോ? ഓക്കെ റൈറ്റ് സൈഡിലാണ് അടിച്ചത്. സ്ലോട്ട് നമ്പർ 23 4 PM മച്ചന്മാരെയാണ് അടിച്ചേക്കുന്നത്. ഇവിടെ റിവൈവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. RNB അഡ്വാൻസ് ചെയ്യുകയാണോ നോക്കാം. RNBയുടെ ഒരു മച്ചാൻ ഓൾറെഡി ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4P നമ്മുടെ പിക്കാസ് ഇവിടെ 4Pൻ്റെ മുമ്പിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. മിനിയാണ് കയ്യിലിരിക്കുന്നത്. എത്രത്തോളം നല്ലൊരു ടാപ്പ് അവിടെ കൊടുക്കാൻ പറ്റുന്ന അറിയില്ല. മച്ചാൻ നേരെ ബാക്ക് ഇറങ്ങിയിട്ട് നെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിക്കാസോന് കാര്യമായിട്ടൊരു നെയ്ഡ് കിട്ടിയിട്ടില്ല. അടുത്തൊരു നെയ്ഡ് കിട്ടാൻ ചാൻസ് നെയ്ഡല്ല മോളിയായിരുന്നു. പിക്കാസോ ഫ്ലാങ്ക് ചെയ്ത ഒരു റോങ് ചോയ്സ് ആയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ RNBയുടെ നജീദ് കവർ വന്നിട്ടുണ്ടായിരുന്നു. ഡാർക്ക് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിക്കാസോ വീഴുന്നു, ഡാർക്ക് വീഴുന്നു. 2 പേരെ നെയ്ഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആരുടെ നജീദാണ് ബാക്കിയുള്ളത്. പക്ഷേ ഓപ്പണിലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ടീം ടോം റിഡിൽ 710 4 PM ടോം റിഡിൽ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ബാക്കിൽ പൊസിഷൻ പിടിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഡാമേജ് കൊടുക്കാൻ പറ്റും. DRWൻ്റെ സ്ക്വാഡ് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്ത് കയറുന്നുണ്ട്. RNBയുടെ 2 മച്ചന്മാരാണ്. ഒസാർക്കിന് നൈസായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. നജീദ് അവിടെ M249 ഒരു നോക്ക് എടുക്കുന്നുണ്ട്. ബഗ്ഗി പൊട്ടിച്ച് കളിക്കാനുള്ള ഒരു ഫൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. 2 പേര് അവിടെ ഓൾറെഡി നോക്കാണ്. തഗ്ഗോപ്പി അഡ്വാൻസ് ചെയ്യുന്നു. താഴേക്ക് ഒരു നെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നജീദ് തഗ്ഗോപ്പിനെ അടിച്ച് നോക്കാൻ നജീദ് ആ ഒരു കില്ലും കൺഫേം ചെയ്യുന്നു. നജീദ് വേറെ ലെവൽ. പക്ഷേ നമ്മുടെ മുത്തുപിടിക്കായിരുന്നു. 4 PM ബാക്കിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. DRWൻ്റെ പിള്ളേർ ഡെമൺ കയറിയിട്ട് 2 കില്ല് കുമ്മൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. DRWൻ്റെ സ്ക്വാഡിനെ നോക്കിയിട്ട് ആരാണ് ലൂസിഫർ ലോങ് നിന്ന് 2 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. RNBയുടെ സ്ക്വാഡ് അവിടെ നോക്കാണ്. സോ ഇവിടെ നിന്ന് 2 കില്ലോടെ കുമ്മൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു കിൽ പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. RNBക്ക് ആകെ 5 കില്ലായിട്ടുണ്ട്. ഓക്കെ പൊളി. നമ്മുടെ പിക്കാസ് 2 കില്ല്, ഒസാർക്ക് 2 കില്ല്, അതുപോലെ തന്നെ നജീദ് 1 കില്ലാണ്. M249 വെച്ച് പവറായിട്ട് നിൽക്കുന്നുണ്ട്. സോൺ ഔട്ട് ആണോ എന്ന് ചോദിച്ചാൽ നൈസായിട്ട് സോൺ ഔട്ടാണ്. DRWൻ്റെ സ്ക്വാഡ് ഇവിടെ വെയിറ്റിംഗ് ആണ്. DRW റൈറ്റ് ഇവിടെ കയറുന്നുണ്ടായിരുന്നു. നേരെ കയറി അടിച്ച് തീർക്കാനുള്ള പ്ലാനാണ്. സോൺ ഔട്ട് കയറി അടിക്കാനുള്ളൊരു പ്ലാനാണ് ആനിമൽ എന്ന് തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ഫ്ലാങ്കിങ് ആണ്. സോൺ ഔട്ടിലേക്ക് ഒരുപാട് കയറിയിട്ടുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് RNBയുടെ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിടാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന്
നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ ആളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, ഇത്രയും കയറുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സോ പിക്കാസോ അവിടെ നിന്ന് ഓൾറെഡി ഫ്ലാങ്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് പോകുന്നുണ്ടായിരുന്നു. മച്ചന്മാരോട് സ്മോക്ക് ഇട്ട് ഓടി രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. ബാക്കിൽ നിന്ന് ആൾ വരുന്ന അറിയില്ല തോന്നുന്നു. ആനിമലിലൂടെ കയറിയിട്ടുണ്ട്. ആനിമലിൽ ആരെങ്കിലും കാണാൻ പറ്റും? നജീദിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നജീദിന് സോണിലേക്ക് ഓടിപ്പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡാമേജ് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുമോ? DRWന് മച്ചന്മാർ 2 പേര് അവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. സോ ആനിമൽ കണ്ടിട്ടുണ്ടായിരുന്നു. നജീദിന് ടാഗ് കൊടുക്കും. നജീദിനെ അടിച്ച് നോക്കാക്കുന്ന നല്ലൊരു കളിയായിരുന്നു, നല്ലൊരു ഫ്ലാങ്കിങ് ആയിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഡമൻ ആൻഡ് ലൂസിഫർ ഇങ്ങോട്ട് ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. ലൂസിന്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആളെ കണ്ട് ഓസ്റ്റാർക്കിനായിട്ട് അടിച്ച് നോക്കാക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പിക്കാസോ മാത്രമേ ഉള്ളൂ. പിക്കാസോനെ കണ്ടിട്ടുണ്ട്. പിക്കാസോ നമ്മുടെ ലൂസിഫറിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ലാസ്റ്റ് മാൻ പിക്കാസോ ഡെമണിനെ അടിച്ച് നോക്കാൻ നല്ലൊരു കളിയാണ് കളിക്കുന്നത്. ഗൈറോ ഗോഡാണ് കയറി വരുന്നത്. ഡെമണിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഗ്രോസി ആയിരുന്നു ഫസ്റ്റ് ടൈം ആ ഒരു കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ഗൈറോ ഗോഡിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആനിമൽ മാത്രമേ ബാക്കിയുള്ളൂ. ആനിമൽ സോൺ ഔട്ട് എന്നാണ് കയറി വരേണ്ടത്. സോ അത് പിക്കാസോക്ക് അതൊരു ഭീഷണിയാവാൻ ചാൻസ് ഉണ്ട്. പിക്കാസോ റൈറ്റ് സൈഡ് ഇറങ്ങി ലൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നല്ല സോൺ ഔട്ട് ആളുകൾ സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വെയിറ്റിംഗ് ആണ്. സോണിൽ നാളെ വരെ വെയിറ്റിംഗ് ആണ്. അവിടെ സ്മോക്ക് ഇട്ട് റിവൈവ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് തോന്നുന്നു. ഓസ്റ്റാർക്കിനെ എടുത്തു കഴിഞ്ഞാൽ 4 കില്ലായിട്ടുണ്ട്. ടോട്ടൽ ടീം കില്ലല്ല, സോളോ കില്ല് 4 കില്ലായിട്ടുണ്ട്. നല്ലൊരു കളിയാണ് കളിക്കുന്നത്. പിക്കാസോ ഒരു സ്മോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിവൈവ് ചെയ്യാൻ പോകാനുള്ള പ്ലാനാണ് തോന്നുന്നു. അതിന് പിക്കാസോ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ DRW ആനിമലിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്ത് വിടുന്നു. പ്ലേ സോണിലായിരുന്നു ആനിമൽ പോയിട്ടുള്ള ആ ഒരു കില്ല് മിസ്സാവുന്നു. ടോട്ടൽ 8 ടീം കില്ലായിട്ട് മുത്തുമണീസ് ആണ് ലീഡ് ചെയ്യുന്ന. RNBയുടെ സ്ക്വാഡാണ്. ഇവിടെ സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടീംസ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. പോച്ചിങ്കിൽ അവിടെ ഒരു നല്ലൊരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. 13 ടീമിൽ മിത്തിൻ്റെ സ്ക്വാഡാണ് ഇപ്പോഴും സ്റ്റിൽ പോച്ചിങ്കിൽ നിൽക്കുന്ന. ഏതൊരു ടീം അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മച്ചന്മാരുടെ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്ക്വാഡ് ആൾ വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ അടി വരുന്നു. ക്രോണോസിൽ അസാസിന്റെ കില്ല് അവിടെ അത്യാവശ്യം കൺഫേം ചെയ്തിട്ടുണ്ട്. സ്ക്വാഡ് നമ്പർ 17 കളിക്കുന്ന സോളോമാൻ ആണ് കളിക്കുന്നത്. നമ്മുടെ ഇൻവൈറ്റഡ് ടീമിലെ 4B ഐഡിയിൽ 2 പേര് തീർന്നിട്ടുണ്ടായിരുന്നു. മിത്തിന്റെ കർണനെ അവിടെ അടിച്ച് നോക്കാറുണ്ടായിരുന്നു. ലോസീസ് കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. കിൽഫീഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കയറി അടിക്കാൻ തോന്നുന്നുണ്ട്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. മിത്തിന്റെ ക്രോണോസ് മാത്രമേ ബാക്കിയുള്ളൂ. സ്ക്വാഡേഴ്സ് എന്നാണ് ടാഗ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്നാണ് ടാഗ് വന്നിരിക്കുന്നത്. പള്ളിയിൽ നിന്നാണ് ടാഗ് വന്നിരുന്നത്. ത്യാച്ച അവിടെ നിൽക്കുന്നുണ്ട്. ക്രോണോസ് കയറി റിവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്രോണോസിനെ റിവൈവ് ചെയ്യാൻ മന്നം, പക്ഷേ മച്ചാൻ കയറി അടിച്ച് തീർക്കുമെന്നറിയില്ല. അവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ആള് കമ്മി ആയതുകൊണ്ട് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. സോളോ ആയതുകൊണ്ട് ഒരു നെയ്ഡ് ഒരു ലോ എന്തിലൊരു നെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ടൊരു ഡാമേജ് കൊടുക്കാൻ പറ്റില്ല. ലോ ഡോസിൽ ഇട്ടുകൊണ്ട് അത് അപ്പുറമായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ തന്നെ ഇത് റിവൈവ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു നെയ്ഡ് വരുന്നു. ഒരു അടിപൊളി നെയ്ഡിൽ കാരണം ഇവിടെ നോക്കാവുന്നുണ്ടായിരുന്നു. ത്യാസി ഇവിടെ നിന്ന് അഡ്വാൻസ് ചെയ്ത് വരാമെന്നുണ്ട്. മിത്തിന്റെ ക്രോണോസ് OP4B ഐഡിയുടെ ഭാരക്കാത്തുകൊണ്ട് മുത്തുകൂടി അവിടെ പവർ ആക്കിയിട്ടുണ്ട്. ടോട്ടൽ എത്ര ടീം കില്ലാന്ന് നോക്കണമെങ്കിൽ 3 കില്ല് എടുത്തിട്ടുണ്ട്. നല്ലൊരു കളിയാണ്. സ്മോക്കിട്ട് റിവൈവ് ചെയ്യുന്നുണ്ട്. സ്ക്വാഡിന് മിസ്സായെങ്കിലും നല്ലൊരു കളി കളിക്കുന്നുണ്ട് സോളോ മച്ചാൻ. നമ്മുടെ അത്യാസി 3 കില്ല് എടുത്ത് ലീഡിംഗ് ആണ്. ഏതൊക്കെ ടീമാണ് ബാക്കിയുള്ളത്? ഈവിൾ ഗോഡ്സ് ഇപ്പോഴും ബാക്കിയുണ്ട്. GRS ബാക്കിയുണ്ട്. MG3 ബാക്കിയുണ്ട്. NUNX ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ബ്ലാങ്കോപ്പി ഉണ്ട്. CRN ഉണ്ട്. 15 കളിക്കുന്ന CRN മുത്തുമണീസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. 2 പേരാണ് ബാക്കിയുള്ളത്. ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബോയ് ആൻഡ് ആർട്ടിക്കിന്റെ ഫുൾ സ്ക്വാഡ് ബാക്കിയുണ്ട്. അവരുടെ ടോട്ടൽ എത്ര ടീം കില്ലാണ്? 6 ടീം കില്ല് എടുത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ RNB 8 ടീം കില്ലാണ് കയറുന്നത്. നേരെ കയറുന്ന വഴിക്ക് ഗെയിൻ്റെ പിള്ളേർ നിൽക്കുന്നുണ്ട്. ഗെയിൻ വേഴ്സസ് RNB ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. മച്ചന്മാർ വണ്ടി ഒതുക്കി പോകുന്നുണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് അടിക്കാൻ നോക്കാം. ഗെയിൻ്റെ സുശീലൻ ഇവിടെ ആളെ കണ്ടിട്ടെന്ന് തോന്നുന്നു. എന്തായാലും RNB അവിടുന്ന് സോണിലേക്ക് കയറുന്നുണ്ട്. മേലെ ആർട്ടിക് ഉണ്ടായിരുന്നു. ആർട്ടിക്കിന്റെ ഹിറ്റാച്ചിന് ഗെയിൻ്റെ ബ്ലാക്ക് ജീൻസ് അടിച്ച് നോക്കാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്കാറിൽ വെച്ചിട്ട് ടാഗ് കൊടുക്കാൻ ആ വണ്ടി നേരെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആർട്ടിക് വേഴ്സസ് ഗെയിൻ ആണ്. 2 നമ്മുടെ ഇൻവൈറ്റഡ് ടീംസ് ആയിരുന്നു. ഗെയിൻ ഇൻവൈറ്റഡ് ആയി വന്ന് പിന്നെ അങ്ങോട്ട് പൊസിഷൻ പിടിച്ച് ഹോൾഡ് ചെയ്ത് കളിക്കുന്നതാണ്. നല്ലൊരു ടാഗ് ഇട്ട് നാടകിന് ജോക്ക് ഓപ്പിക്ക് നല്ലൊരു ടാഗ് ഇട്ടിരുന്നായിരുന്നു. RNBയുടെ സ്ക്വാഡ് നേരെ പോച്ചിങ്കി പിടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സോ ഇവർ ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവർ ഈ ഒരു ബിൽഡിങ്ങിൽ ആളില്ലാന്ന് നോക്കി ആ ഒരു ബിൽഡിംഗ് പിടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആർട്ടിക്കിൻ്റെ ഹിറ്റാച്ചിനെ അവിടെ നോക്ക് റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് താഴെയുണ്ട്. സ്നൈപ്പർ നിൽക്കുന്നത് ബ്ലാക്ക് ജീസസിൻ്റെ അടുത്താണ്. M24 ആണ് കയ്യിലിരിക്കുന്നത്. നമുക്ക് നോക്കാം. 4 ടീം കില്ലാണ് ടോട്ടൽ എടുത്ത് നിൽക്കുന്നത്. 12 ടീമിൽ 36 പേര് സോൺ ബാക്കിയുണ്ട്. റൂയിൻസിൻ്റെ സൈഡിലേക്ക് സോൺ വന്നിട്ടുണ്ട്. MG3 സോണിനാണ്. ഈവിൾ ക്രൂഡ്സിനും GRSനും സോണിനാണ്. ഓൾറെഡി ഈവിൾ ക്രൂഡ്സിൻ്റെ അടുത്ത് GRS നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഗെയിൻ്റെ മച്ചന്മാർ സോണി പോകാനുള്ള ഒരു പ്ലാനാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഈവിൾ ക്രൂഡ്സിൻ്റെ അടുത്ത് നോക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ പിള്ളേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഗെയിൻ്റെ സ്ക്വാഡല്ല. ഏത് സ്ക്വാഡാണ്? ഈവിൾ ക്രൂഡ്സിൻ്റെ അടുത്ത് ഏതൊരു ടീം നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, നണ്ണക്സിൻ്റെ അടുത്താണ് GRSൻ്റെ നിൽക്കുന്നത്. GRSൻ്റെ 2 പേര് നണ്ണക്സിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. മച്ചന്മാർ കയറി അടിച്ച് നിൽക്കുക. സോയിൽ ആൻഡ് ഐ ആണ് ബാക്കിയുള്ളത്. ഓൾറെഡി ഒരു സ്ക്വാഡ് വൈപ്പ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇവർ തൊട്ടടുത്ത് നണ്ണക്സ് നിൽക്കുന്നുണ്ട്. സോ അവിടെ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് വളരെ കമ്മിയാണ്. നമുക്ക്
ആർട്ടിക്കിൻ്റെ തന്നെ സ്ക്വാഡിനെ നോക്കാം. അവർ സോണിലേക്ക് കയറി വരുന്ന വഴിക്ക് ഗെയിൻ ഓൾറെഡി സോണിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ആർക്കിട്ടിക്ക് ഇവിടുന്ന് സോണിലേക്ക് കയറുന്നുണ്ട്. ഐസാണ് അവിടെ നിന്നുള്ള ബ്ലാങ്കിൻ്റെ സ്ക്വാഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ടാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മച്ചാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോക്ക് എടുക്കുന്നുണ്ട്. നേരെ ആ ഒരു കില്ല് കൺഫേം ചെയ്യാറുണ്ട്. ജസ്റ്റ് ബോയ് ആയിരുന്നു അവർ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാങ്കിൻ്റെ 2 പേര് റൈറ്റ് സൈഡിലുണ്ട്. സോ ഒരു വണ്ടി കത്തിച്ച് ഈ ഒരു സോണിൽ ഇവിടെ കവറെടുക്കാനുള്ള പ്ലാനാണെന്നറിയില്ല. ആർട്ടിക്കിന് ജോക്കു 2 പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലാങ്കിൻ്റെ എക്സെലിൻ്റെ സ്ക്വാഡിന് 2 പേര് ഇവിടെയും 2 പേര് അപ്പർ സൈഡ് വേണം ഫ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഏരീസിൻ്റെ സ്ക്വാഡ് ബാക്കിൽ വരുന്നുണ്ട്. ടീം ഏരീസ് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൻ്റെ ജോക്കുവിനെ കണ്ടിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സോൺ ഇട്ട് ഫുൾ സ്ക്വാഡ് ആർട്ടിക്കിൻ്റെ ഫുൾ സ്ക്വാഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആർട്ടിക്കിൻ്റെ ഹിറ്റാച്ചി ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രക്സ് ഏരിയ സിമ്പിളായിട്ട് അടിക്കായിരുന്നു ഹിറ്റാച്ചിനെ. പക്ഷേ എന്താ അടിക്കാണ്ടിരുന്നറിയില്ല. എന്തായാലും ആ ഒരു കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാക്കിൻ്റെ ടീം വരുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട്. ഏരീസിൻ്റെ സ്ക്വാഡ് ഇറങ്ങുന്നു. ഏരീസിൻ്റെ സ്ക്വാഡിന് ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരാണ് നമ്മുടെ ആർട്ടിക്സിൻ്റെ ബാറ്ററി കോപ്പി ഇവിടെ നിന്ന് കയറി വന്ന് സ്മോക്കിട്ട് റിവൈവ് ചെയ്യാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. താഴെ ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് നണ്ണക്സ് അവിടെ ലോസ്റ്റിനെ അടിക്കുന്നുണ്ട്. നണ്ണക്സിൻ്റെ സ്ക്വാഡ് അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് നണ്ണക്സിനെ നോക്കിയിട്ട് നണ്ണക്സിന് മുത്തുമണീസ് ഇതുവരെ ഫൈറ്റ് എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരാണ് നണ്ണക്സിൻ്റെ വാരിയർ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. ചാർലി വൈറ്റിയാണ് ഇവിടെ നിൽക്കുന്ന. ഒരു കാറോ അല്ല ഒരു ജീപ്പ് പറന്ന് വന്നിട്ടുണ്ട്. നണ്ണക്സിൻ്റെ ട്രിഗറായിരുന്നു വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി വന്ന് അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. ലോസ്റ്റിൻ്റെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. GRസിൻ്റെ സ്ക്വാഡ് റഷ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു. ലോസ്റ്റിൻ്റെ ലാസ്റ്റ് മാനാണ്. GRസിൻ്റെ മുത്തുമണീസ് ഇവിടെ നിന്ന് സോണിലേക്ക് കയറി വരുന്ന വഴിക്കാണ് ഇവരുടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ആ വഴി സോണിൽ പോകുമോ അതോ അടിച്ചിട്ടാണോ പോകുന്നത് നോക്കാം. ലോസ്റ്റിൻ്റെ മുച്ചന്മാരുടെ വെയിറ്റിംഗ് ആണ്. നണ്ണക്സിൻ്റെ സ്പൈഡർ വൈറ്റ് നേരെ മുകളിലേക്ക് അഡ്വാൻസ് ചെയ്ത് കയറുന്നുണ്ട്. ചാർലി വണ്ടി ഓടിക്കുവാണ്. സോ BRDMൽ കയറിയിരിക്കുന്നുണ്ട്. സോണ് പിടിക്കാനുള്ള ഒരു പ്ലാനാണോ എന്നറിയില്ല. GRസിൻ്റെ മുത്തുമണീസ് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ലോസ്റ്റിൻ്റെ സ്ക്വാഡിനെ തീർത്തിട്ടുണ്ടായിരുന്നു. ലോസ്റ്റിൻ്റെ സ്ക്വാഡിനെ തീർത്തിട്ടു 11 ആയിട്ടുണ്ട്. ഇവർക്ക് ടോട്ടൽ 6 ടീം കില്ലായി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വന്ന് ലോസ്റ്റിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോയിലായിരുന്നു ഒരു കില്ല് ഇടുന്നത്. CRൻ്റെ ഗെയിൻ്റെ മച്ചാനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ഗെയിനോട് ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ സ്ക്വാഡിൽ ആരാണ് വീണിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോറസ് ആയിരുന്നു വീണിട്ടുണ്ടായിരുന്നു. മച്ചന്മാരെ ഇവിടെ നിന്ന് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ആ ഒരു നോക്ക് കൺഫേം ചെയ്തുകൊണ്ടില്ല. ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു കില്ല് കൺഫേം ചെയ്തുകൊണ്ട് സ്കോർ നമ്പർ 15 CRN മച്ചന്മാരാണ് ഇറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കില്ല് കൺഫേം ചെയ്ത് വിടും. ഗെയിൻ ആ ഒരു കില്ല് എന്തായാലും റിവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈവിൾ ക്രൂഡ്സ് ആ ഒരു കില്ല് കുമ്മൻ അടിക്കാൻ പറ്റുമോ നോക്കാം. ഈവിൾ ക്രൂഡ്സ് ഇവിടെ നിന്ന് കയറുന്നുണ്ട്. ഗെയിൻ്റെ മച്ചാനെ ഇവിടെ നോക്കാൻ എടുക്കണമെന്ന് കാണുന്നില്ല എന്നുള്ളൂ. 11 ടീമിൽ 36 പേരാണ് ടീമിലുള്ള. RNBയുടെ സ്ക്വാഡ് ഇവിടെയാണ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും സോണിനാണ്. നല്ലൊരു ലാസ്റ്റ് സോണാണ് വന്നിരിക്കുന്നത്. ഓപ്പണിലാണെങ്കിൽ നമ്മുടെ ബ്ലാങ്കിൻ്റെ സ്ക്വാഡ് ബ്ലാങ്കിൻ്റെ എക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് ഡാമേജ് കൊടുക്കുന്നത്. RNBയുടെ ഒസാർക്ക് ആ ഒരു നോക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. 3 പേരാണ് ബാക്കിയുള്ളത്. RNBയുടെ 2 പേരാണ് ബാക്കിയുള്ളത്. ഒസാർക്കിന് ഇവിടെ നോക്കാക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കില്ല് നേരെ കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. പിക്കാസ് ഡോറ് തുറന്നപ്പോഴത്തേക്കും ആ ഒരു കില്ല് നേരെ ബ്ലാങ്കിൻ്റെ മച്ചന്മാർ കൺഫേം ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. നേരെ കയറി അടിക്കാനുള്ള പ്ലാനാണ്. പിക്കാസ് ഇവിടുന്ന് ഒരു ടാഗ് കൊടുക്കുന്നുണ്ട്. 1 man സ്റ്റാൻഡിംഗ് ആണ്. ലാസ്റ്റ് മാൻ ആണ്. RNBയുടെ ഓൾറെഡി 9 കില്ല് എടുത്തിട്ടാണ് നിൽക്കുന്ന. പൊസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് വീക്ക് 20 നല്ലൊരു പൊസിഷൻ പോയിന്റ് ഹോൾഡ് ചെയ്യാൻ നമ്മുടെ GRസിൻ്റെ മച്ചന്മാരാണ് കയറി അടിക്കുന്നത്. GRസിൻ്റെ 2 പേരുടെ വെയിറ്റിംഗ് ആയിരുന്നു. GRസിൻ്റെ നണ്ണക്സിൻ്റെ സ്ക്വാഡിനെ കയറി അടിക്കാനുള്ള ഒരു പ്ലാനാണ്. GRസ് സോയിൽ ഓൾറെഡി അവിടെ അഡ്വാൻസ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ നിന്ന് കയറുന്നുണ്ട്. സ്പൈഡർ വൈറ്റ് ചാർലി വാരിയർ ആൻഡ് ട്രിഗർ ആണ് നിൽക്കുന്നത്. ചാർലിനെ തൊട്ടൊരു മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. GRസിൻ്റെ സോയിലിന് അവിടെ നോക്കെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ട്രിഗർ വൈറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കെടുക്കുന്നതിന് മുമ്പ് നേരെ അടിച്ച് കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. GRസിൻ്റെ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിട്ട് ടോട്ടൽ 6 ടീം കില്ലായിട്ട് നണ്ണക്സിന് ടോട്ടൽ 3 ടീം കില്ലായിട്ടാണ് നിൽക്കുന്നത്. പുതിയൊരു സോൺ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സോൺ നോക്കുവാണെങ്കിൽ റോയിൻസിൻ്റെ അങ്ങോട്ട് തന്നെയാണ് സോൺ വരുന്നത്. ഗെയിൻ്റെ സ്ക്വാഡ് സോണിനാണ്. ഇവിടെ സോൺ ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഇവരാണ്. ഗെയിന് സോണിലേക്ക് കയറണം. അവിടെ ഒരു നോക്ക് വീണിട്ടുണ്ടായിരുന്നു. ഈവിൾ ക്രൂഡ്സിൽ ഒരു നോക്ക് വീണിട്ടുണ്ടായിരുന്നു. MG3യുടെ സ്ക്വാഡാണ് അടിച്ചതെന്ന് തോന്നുന്നുണ്ട്. MG3 അല്ല, MG3 റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് ബോയ് ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് ഇവിടെ വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. മച്ചന്മാർ സോണിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിക്കാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. 3 പേരും വണ്ടി എടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ വണ്ടി വെച്ച് കവർ പിടിക്കാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇൻവൈറ്റഡ് ടീംസ് ആണ്. നല്ലൊരു കളിയാണ് കളിക്കുന്നത്. 8 കില്ലെടുത്ത് കയറുന്നത്. RNB പിക്കാസോയുടെ കില്ലവിടെ ബ്ലാങ്ക് എക്സിൽ കൺഫേം ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. പിക്കാസോ വീണ് കഴിഞ്ഞപ്പോൾ 8 ടീമായിട്ട് കുറയുന്നുണ്ട്. ഈ ഒരു സോണിൽ 8 ടീമാണ് ബാക്കിയുള്ളത്. അതിൽ നണ്ണക്സിൻ്റെ സ്ക്വാഡ് സോൺ ഔട്ടാണ്. നമ്മുടെ BU4X MG3യുടെ സ്ക്വാഡ് സോൺ ഔട്ടായിരുന്നു. ആർട്ടിക്ക് സോണിന് കയറിയ ഒരു പൊസിഷൻ പിടിക്കുന്നുണ്ട്. തൊട്ടടുത്താരാണുള്ളത്. നമ്മുടെ CRൻ്റെ ഒരു ഡുവോ ഈ വീട്ടിലുണ്ട്. സോ വീട്ടിലേക്ക് ഒരു പുഷ് വരാൻ ചാൻസ് ഉണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് CRN ഇവിടെ വെയിറ്റിംഗ് ആണ്. CRൻ്റെ നോഗോ ആൻഡ് EXE ആണുള്ള. ബ്രൂട്ട് ആൻഡ് എഡി ആയിരുന്നു കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. 2 പേര് തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗെയിൻ്റെ സുശീലിന് ഇവിടെ വെയിറ്റിംഗ് ആണ്. നണ്ണക്സ് വേഴ്സസ് ഗെയിൻ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ട്രിഗർ വൈറ്റ് ആയിരുന്നു കയറി. ട്രിഗർ വൈറ്റ് വേഴ്സസ് സുശീലിനാണ്. ഗെയിൻ്റെ ബാക്കിയുള്ള പിള്ളേരോട് ആരാണ് എടുക്കാൻ നോക്കാം. എന്തായാലും സുശീലിനാണ് നോക്കെടുത്തിട്ടുണ്ടായിരുന്നത്. നണ്ണക്സിന് ട്രിഗർ വൈറ്റിങ്ങിനെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. നണ്ണക്സിന് സ്പൈഡർ ബാക്കിൽ ഒരു കവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ സുശീലിനെ നോക്കെടുക്കാൻ പറ്റുന്നില്ല. MG3യുടെ സ്ക്വാഡ് ഇവിടെ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ സോണിൽ പോകണം. ഫസ്റ്റ് ടൈം സോണ് കയറണം. നണ്ണക്സിൻ്റെ സ്ക്വാഡ് ഇവിടെ സോൺ ഔട്ടാണ്. ഗെയിൻ്റെ സുശീലിന് ഇവിടെ വെയിറ്റിംഗ് ആണ്. ബ്ലാങ്കിൻ്റെ സ്ക്വാഡ് ബാക്കിൽ നിൽക്കുന്നത്. ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് നമ്മുടെ CRNനെ കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിനെ നോക്കിയിട്ട് ഫസ്റ്റ് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് നമ്മുടെ CRNൻ്റെ ഒരാൾ മാത്രം ബാക്കിയുള്ള ഒരു
സ്മോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ട് നേട് ഒരു അടിപൊളി നേടിൽ അവിടെ കൺഫേം ചെയ്യുന്നുണ്ട്. ജസ് ബോയ് ആയിരുന്നു, ആർട്ടിക്കായിരുന്നു അവർ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ടീം കില്ല് എത്രയായിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ടീം കില്ല് പൊസിഷൻ പിടിച്ചിട്ടുണ്ടാകും. ഈവിൾ ക്രൂഡ്സ് ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആർട്ടിക്കിൻ്റെ സ്ക്വാഡിനെ ഒരാൾ നോക്കായിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഐസ് നോക്കായിട്ടുണ്ടായിരുന്നു. 10 ടീം കില്ലാണ് എടുത്തിട്ട് ഈവിൾ ക്രൂഡ്സിന് ഒരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ജോക്കു ഇവിടെ നിന്ന് ഈവിൾ ക്രൂഡ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 ടീമാണ് ബാക്കിയുള്ളത്. ഏതൊക്കെ ടീമാണ് ബാക്കിയുള്ളത്? MG3, നൺഎക്സ്, ഈവിൾ ക്രൂഡ്സ്, ബ്ലാങ്ക്, ആർട്ടിക്, ആർട്ടുവെക്സി ആൻഡ് ഗെയിൻ്റെ സുശീലനാണ്. ഗെയിൻ്റെ സ്ക്വാഡ് ഇവിടെ നിന്ന് കയറുന്നത്. സുശീലൻ, ബ്ലാക്ക് ജീസ് ആൻഡ് ബോസ് 3 പേരാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ പാട്രിക് ഓപ്പി സോൺ ഔട്ടിൽ നിന്നാണ് കയറി വരുന്നത്. ബ്ലാങ്കിൻ്റെ സ്ക്വാഡിൽ സുശീലൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പാട്രിക് ഓപ്പിൻ്റെ ആ ഒരു കില്ല് നേരെ കൺഫേം ചെയ്ത് വിടുന്നു. മറ്റേ സോൺ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു എന്നുകൊണ്ടും ബ്ലാങ്കിൻ്റെ 3 പേരാണ് ഇനി ബാക്കിയുള്ള ബ്ലാങ്കിൻ്റെ ഓക്കെ മച്ചാൻ വേറെ ടീമായിരുന്നു. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആയിരുന്നു ആ ഒരു ടീമിൽ കയറി വന്നപ്പോൾ ബ്ലാങ്കിൻ്റെ ടീമിന് കിട്ടേണ്ട കില്ലായിരുന്നു. പക്ഷേ സുശീലിനാണ് എടുത്തത്. സോണ് നോക്കുകയാണെങ്കിൽ ആർട്ടിക് ആൻഡ് ഈവിൾ ക്രൂഡ്സിനാണ് സോണ്. ബ്ലാങ്കിൻ്റെ മച്ചാൻ ഇവിടുന്ന് കയറുന്നുണ്ട്. ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് അവിടെ ഓൾറെഡി ഈവിൾ ക്രൂഡ്സുമായിട്ടൊരു ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആർട്ടിക്കിൻ്റെ ഐസാണ് ഇവിടെ നിൽക്കുന്നത്. ഈവിൾ ക്രൂഡ്സും സ്റ്റിൽ സോണിനല്ല, ഇവർ മാത്രമേ സോണിനുള്ളൂ. ഈവിൾ ക്രൂഡ്സിന് സോണിലേക്ക് കയറണം. മച്ചന്മാർ അപ്പുറ സൈഡിൽ നിന്ന് ഒരു ഫൈറ്റ് വരുമ്പോൾ കയറാനുള്ള ഒരു പ്ലാൻ ആണെന്നുണ്ട്. 6 ടീമിൽ നമ്മുടെ MG3 ആൻഡ് നൺഎക്സ് ഇവിടെ വെയിറ്റിംഗ് ആണ്. നൺഎക്സിന് ഒരു ടാഗ് കിട്ടുന്നു. ഗെയിൻ്റെ ബ്ലാക്ക് ജീസ് ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേര് അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി ആരാണ് ബാക്കിയുള്ള? നൺഎക്സിൻ്റെ ഒരാൾ മാത്രം ബാക്കിയുള്ള. റിവൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് മാൻ അടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ജീസസിനായിരുന്നു 2 കില്ല് എടുക്കുന്നത്. സുശീലിനായിരുന്നു ലാസ്റ്റത്തെ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. 5 ടീമായിട്ട് കുറയുന്നുണ്ട്. 5 ടീമിൽ സോൺ ഔട്ട് നിൽക്കുന്ന ടീമിനെ നമുക്ക് നോക്കാം. MG3യുടെ ടീം സോൺ ഔട്ടാണ്. അതുപോലെ തന്നെ ഗെയിൻ്റെ സ്ക്വാഡ് സോൺ ഔട്ടാണ്. 2 പേർക്ക് സോണിലേക്ക് കയറണം. ബ്ലാങ്കിൻ്റെ സ്ക്വാഡ് അവിടെ ഓൾറെഡി സോണിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ സുശീലൊക്കെ ഇവിടെ നിന്ന് സോണിലേക്ക് ഓടിക്കയറാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ MG3യുടെ അടുത്ത് നിന്ന് അടി കിട്ടാൻ അല്ലെങ്കിൽ ഇവർ MG3നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലാങ്ക് ഓഡ്ജിനെ അടിച്ച് നോക്കാനുണ്ടായിരുന്നു. ആർട്ടിക്കിൻ്റെ പിള്ളേരാണ് അവിടെ എടുത്തൊരു ഫൈറ്റ് എടുക്കുന്നത്. ബ്ലാങ്കിൻ്റെ സ്ക്വാഡ് ഇവിടെ നിന്ന് കയറുന്നുണ്ടായിരുന്നു. അതിൽ ഒരു നോക്ക് എടുക്കുന്നുണ്ട്. എന്തായാലും ഗെയിൻ്റെ സ്ക്വാഡിനെ കവർ ചെയ്തിട്ട് പാണ്ട വണ്ടി എടുത്ത് ഇവിടെ സോണിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. നല്ലൊരു കളിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ ഇപ്പുറം വന്ന് കയറിയിട്ടുണ്ട്. ഗെയിനും സോൺ ഔട്ടാണ്. എന്തായാലും വണ്ടി പൊട്ടിക്കുന്നത് ഗെയിൻ്റെ ബ്ലാക്ക് ജീസ് അവിടെ വണ്ടി എടുത്ത് സോണിലേക്ക് കയറാണ്. BU4X സോണിൽ നോക്കാവുന്നുണ്ടായിരുന്നു. MG3യുടെ ഒരാൾ അവിടെ സോണിൽ വീഴുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഒരു ടാഗ് കിട്ടുന്നുണ്ട്. ഈവിൾ ക്രൂഡ്സിന് ഒരു ടാഗ് ആണോ എന്നറിയില്ല. നമ്മുടെ വണ്ടി കിട്ടുന്നുണ്ട്. സുശീലൻ കുറച്ച് സോണിലേക്ക് കയറുന്നുണ്ട്. ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് ആ ഒരു സോണ് ഫുള്ള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാങ്കിൻ്റെ സ്ക്വാഡിൽ ഇനി ആരാണ് ബാക്കിയുള്ളത്? ബ്ലാങ്കിൻ്റെ സ്ക്വാഡിനെയും വൈപ്പ് ചെയ്ത് വിടുന്നു. ആർട്ടിക്കിനായിരുന്നു സ്കില്ല് കിട്ടുന്നത്. ടോട്ടൽ 13 ടീം കിൽസ് ആണ്. ടോട്ടൽ 13 ടീം കിൽസിൽ ഇവരാണ് ലീഡ് ചെയ്യുന്നത്. ഈവിൾ ക്രൂഡ്സിന് 4 കില്ല് വെയിറ്റിംഗ് ആണ്. ആർട്ടിക്കിൻ്റെ ഐസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കാണ് സോൺ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ജീസസ്, ഗെയിൻ ആൻഡ് MG3യുടെ പാണ്ട ഉണ്ട്. ഗെയിൻ്റെ മച്ചാൻ റൈറ്റ് എടുത്ത് സോണിലേക്ക് കയറാൻ വരുന്ന വഴിക്ക് പാണ്ടയുടെ ഒന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പാണ്ട ഇവിടെ ഓൾറെഡി സ്മോക്ക് ഇട്ട് വെയിറ്റിംഗ് ആണ്. മച്ചന്മാർ ഇവിടെ നിന്ന് കയറുന്നുണ്ടായിരുന്നു. ആർട്ടിക്കിൻ്റെ ഐസ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈവിൾ ക്രൂഡ്സിൻ്റെ മച്ചന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു നോക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു നോക്ക് എന്നുള്ള രീതിയിലാണ് മച്ചാൻ ഇവിടെ നിന്ന് റഷ് ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് സൈഡിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. നല്ലൊരു ടാഗ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഐസിന് അവിടെ നിന്നൊരു ടാഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ MG3 പാണ്ട സോളോമാനാണ് MG3യുടെ. ഗെയിൻ്റെ സ്ക്വാഡ് ഇവിടെ നിന്ന് കയറുന്നുണ്ട്. ആർട്ടിക് വേഴ്സസ് ഈവിൾ ക്രൂഡ്സ് ആണ് ഇവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കുന്നത്. ഗെയിൻ ആൻഡ് MG3 സോണി കയറാനുള്ള ഒരു പണിയിലാണ് നമ്മുടെ ഈവിൾ ക്രൂഡ്സ് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. 4 ടീം കില്ല്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൻ്റെ സ്ക്വാഡ് 13 ടീം കില്ല് എടുത്തിട്ട് കുറച്ച് അഡ്വാൻസ് ചെയ്ത് വരാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈവിളിൻ്റെ അസ്ലൻ വൈകി കുറച്ച് ഹാൻഡ് ചെയ്ത് ലെഫ്റ്റ് എത്തിയിട്ടുണ്ട്. അസ്ലൻ ഒരു ടാഗ് ഇടാൻ ചാൻസ് ഉണ്ട്. കവറൊന്നും ഇല്ലാണ്ട് ഐസിന് കണ്ടിട്ടുണ്ടായിരുന്നു. ഐസിന് ടാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഐസിന് നോക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഡാമേജ് കൊടുക്കുന്നുണ്ട്. സോൺ ഔട്ടിലാണ്. അവിടെ ഒരാൾ വീണിട്ടുണ്ടായിരുന്നു. ഒരു നോക്ക് വീണിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിന് ജോക്ക് വീണിട്ടുണ്ട്. 11 സെക്കൻഡേ ഉള്ളൂ. സോണിലേക്ക് കയറണം. ലാസ്റ്റ് സോണിൽ ആർട്ടിക്കിന് പണി കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടൊരു ഡാമേജ് കിട്ടുന്നുണ്ട്. ജസ് ബോയ് റൈറ്റ് സൈഡാണ് കയറി വരുന്നത്. MG3 പാണ്ടയുടെ ഗെയിറ്റിനാണ്. ഗെയിൻ്റെ സ്ക്വാഡിന് ടാഗ് കിട്ടുന്നത്. MG3 പാണ്ടേനെ കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ ഗെയിൻ്റെ ബോസ് അടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. സോ ആ ഒരു റിസ്ക് മാറി കിട്ടുന്നുണ്ട്. നേരെ സോണിലേക്ക് കയറിയാൽ മതി. ഈവിൾ ക്രൂഡ്സിന് വിടുന്നത് നമുക്ക് സോണിലേക്ക് നോക്കാം. സോണിലേക്ക് കയറി വരണം. ആർട്ടിക്കിൻ്റെ മച്ചന്മാർ സ്മോക്ക് ഇട്ട് സോണിലേക്ക് കയറി വരുന്നുണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് അവിടെ സ്മോക്ക് ഇട്ട് കയറി വരുന്നുണ്ട്. ആർട്ടിക് കോപ്പി ഗെയിൻ്റെ സുശീലിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ജസ് ബോയ് ഇവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഗെയിൻ്റെ സ്ക്വാഡിന് തൊട്ടടുത്താണ് അടി വരുന്നുണ്ട്. നമ്മുടെ ഈവിൾ ക്രൂഡ്സ് അസ്ലം ഫൈറ്റിന് ആർട്ടിക്കിന് ജോക്കും അടിച്ച് നോക്കാക്കുന്നുണ്ട്. ഗെയിൻ്റെ സ്ക്വാഡ് ഇവിടെ സോൺ ഔട്ടാണ്. സോണിലേക്ക് ബ്ലാക്ക് ജീസസ് ആൻഡ് ബോസ് ആണുള്ളത്. ജസ് ബോയ് തൊട്ട് മുമ്പേ കിടക്കുന്നുണ്ട്. സോ 2 പേര് ഇവിടെ നിന്ന് കയറി വരുന്ന വഴിക്ക് അടി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ജസ് ബോയ് അവിടെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ആർട്ടിക് ജോഗു ഈവിൾ ക്രൂഡ് അസ്ലം വൈറ്റിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൻ്റെ ഒരു നോക്ക് അവിടെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ജീസസ് ഇവിടെ കയറി പോകുന്ന തൊട്ട് മുമ്പിൽ നമ്മുടെ ജസ് ബോയ് കിടക്കുന്നുണ്ട്. ആ ഒരു കില്ല് ബോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഈവിൾ ക്രൂഡ്സിൻ്റെ 2 പേരെ കൺഫേം ചെയ്ത് വിടുന്നു. 2 പേരാണ് ബാക്കിയുള്ളത്. എവിടെയാണ് ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർക്ക് ഇവിടെ അടിക്കുന്നുണ്ട്. ആർട്ടിക്കിന് ജോക്കുവിനെ അടിച്ച് നോക്കാക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ജീസസ് അവിടെ ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബ്ലാക്ക് ജീസസ് നമ്മുടെ പ്ലേ ബോയ് അല്ല ജസ് ബോയ് അവിടെ ഒരു കില്ല് എടുക്കുന്നുണ്ട്. സോറി പ്ലേ ബോയ് ഇത് വായിച്ചത്. ജസ് ബോയ് നമ്മുടെ ഗെയിൻ്റെ സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിടുന്നത്. 17 ടീം കില്ലായിട്ടാണ് ലീഡ് ചെയ്യുന്നത്. ആർട്ടിക് വേറെ ലെവലിൽ നമ്മുടെ ജസ് ബോയ് 6 കില്ല്
ഹിറ്റാച്ചി 3 കില്ല്, ജോക്കു 6 കില്ല്, അതുപോലെ തന്നെ ഐസ് 2 കില്ല്. ഇവിടെ എംപയർ ആൻഡ് ഷാർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഓപ്പണിലാണ് 2 പേരും. എംപയർ ഇവിടുന്ന് ഒരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ബോയ് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. ആളെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജോക്കുവിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്ത് വിടുന്നത്. ആദ്യം ജോക്കുവിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. ഒരു കിൽ പോയിന്റ്സ് സെക്യൂർ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഒരു ടാഗ് വരുന്നുണ്ടായിരുന്നു. ഹിറ്റാച്ചിയുടെ നല്ലൊരു അടി വരുന്നുണ്ടായിരുന്നു. സ്റ്റാർക്ക് സോൺ ഔട്ട് ആണ്. സോ ഹിറ്റാച്ചി അവർ സോണിലേക്ക് ഓടി കയറുന്നുണ്ട്. ഈ സ്റ്റാർക്ക് അവിടെ നോക്കുന്നത് എന്റെ മോനെ വേറെ ലെവൽ നെയ്ഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോയുടെ ഒരു നെയ്ഡ്, ബോയ്ക്കല്ല കില്ലിട്ടിരിക്കുന്നത്, നമ്മുടെ ജോക്കുവിനാന്ന് തോന്നും. എന്തായാലും 11, 13, 19 കില്ലെടുത്ത് നമ്മുടെ ആട്ടിക്കാണ് ചിക്കൻ അടിച്ചിരിക്കുന്ന. ഒപ്പി ഗെയിം പ്ലേ. ഈവിൾ ക്രൂഡ്സ് ആയിരുന്നു സെക്കൻഡ് വന്നിരിക്കുന്ന. ഗെയിൻ ആയിരുന്നു തേർഡ് വന്നിട്ടുണ്ടായിരുന്നത്.